ഇനി ടെക് ലോകത്തെ വാർത്തകളിലേക്ക്. AI സഹായത്തോടെ ഉപഗ്രഹങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും അവ തമ്മിൽ കൂട്ടിയിടിപ്പിക്കാനും സാധിക്കുമെന്ന മുന്നറിയിപ്പുമായി സൈബർ സുരക്ഷാ വിദഗ്ധർ. GPS, കാലാവസ്ഥാ പ്രവചനങ്ങൾ, ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങളടക്കം ഇത്തരം ഭീഷണികളിൽ നിന്ന് മുക്തമല്ല എന്നാണ് മുന്നറിയിപ്പ്. AIയുടെ സഹായത്തോടെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഉപഗ്രഹങ്ങളിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എസ്റ്റോണിയയിലെ CR-14 സൈബർ സുരക്ഷാ കേന്ദ്രത്തിലെ ഗവേഷകരെ ഉദ്ധരിച്ച് space.com റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഭ്രമണപഥത്തിലുള്ള പല പഴയ ഉപഗ്രഹങ്ങൾക്കും സൈബർ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നതിനാൽ അവയെ എളുപ്പത്തിൽ നിയന്ത്രണത്തിലാക്കാൻ കഴിയും. ഹാക്കർമാർ ഉപഗ്രഹങ്ങൾ ഹൈജാക്ക് ചെയ്ത് മറ്റു ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിപ്പിച്ചേക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു ഉപഗ്രഹം ഹൈജാക്ക് ചെയ്താൽ തന്നെ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കാൻ ഹാക്കർമാർക്ക് കഴിയും. AI ദുരുപയോഗപ്പെടുത്തി പ്രത്യേക വൈദഗ്ധ്യമില്ലാത്തവർക്ക് പോലും ബഹിരാകാശ സംവിധാനങ്ങളെ മനസ്സിലാക്കാനും ചൂഷണം ചെയ്യാനുമുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ടെലിമെട്രി, ടെലികമാൻഡ് ഘടനകൾ എന്നിവ മനസ്സിലാക്കിയെടുക്കാൻ മുമ്പ് എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇന്ന് AI സഹായത്തോടെ വൈദഗ്ധ്യം ഇല്ലാത്തവർക്ക് പോലും അതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2024 ഒരു റഷ്യൻ ഹാക്കിംഗ് ഗ്രൂപ്പ് AI സഹായത്തോടെ ഉപഗ്രഹ ആശയവിനിമയങ്ങളെയും റഡാർ സംവിധാനങ്ങളെയും കുറിച്ച് ഗവേഷണം നടത്തിയതായി മൈക്രോസോഫ്റ്റും OpenAI വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇലക്ട്രിക് വാഹന വിഭാഗത്തിലേക്കുള്ള പ്രവേശനം അടയാളപ്പെടുത്തിക്കൊണ്ട് ലെക്സസ് ഇന്ത്യയിൽ പുതിയ ES500e പുറത്തിറക്കി. ലെക്സസ് ES500eയുടെ ബുക്കിംഗ് രാജ്യവ്യാപകമായി ആരംഭിച്ചു. അടുത്തുള്ള ലെക്സസ് ഗസ്റ്റ് എക്സ്പീരിയൻസ് സെന്റർ സന്ദർശിച്ച് ബുക്കിംഗ് നടത്താം. ജാപ്പനീസ് ആഡംബര വാഹന നിർമ്മാതാക്കളായ ലെക്സസ് അവരുടെ 8ാം തലമുറ ES സെഡാൻ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കി. ഇന്ത്യയിൽ ലെക്സസ് ഇറക്കുന്ന ആദ്യ സമ്പൂർണ്ണ ഇലക്ട്രിക് വാഹനമാണ് ES500e. ടൊയോട്ട കാംറിയിലെ TNGA-K പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയാണ് പുതിയ ലെക്സസ് ES നിർമ്മിച്ചിരിക്കുന്നത്. ലെക്സസ് ES500eയുടെ AC/DC ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷനുകൾ നഗരയാത്രകൾക്കും ദീർഘദൂര യാത്രകൾക്കും അനുയോജ്യമാണ്. വാഹനത്തിൽ 2.8 കിലോവാട്ട് പോർട്ടബിൾ ചാർജറും 11 കിലോവാട്ട് ഹോം ചാർജറുമുണ്ട്. ടോവിംഗ്, ടാക്സി സർവീസ്, റീപാട്രിയേഷൻ, ഓൺസൈറ്റ് മൊബൈൽ ചാർജിംഗ്, അടുത്തുള്ള ഡീലർഷിപ്പിലേക്കോ ചാർജിംഗ് സ്റ്റേഷനിലേക്കോ ടോവിംഗ് എന്നിവ ഉൾക്കൊള്ളുന്ന 5 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് പാക്കേജും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പുതിയ ES500e 8 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വാഹന ബാറ്ററി വാറണ്ടിയിലൂടെ മെച്ചപ്പെട്ട ഉടമസ്ഥാനുഭവം വാഗ്ദാനം ചെയ്യുന്നു. വൈറ്റ് നോവ, സോണിക് ടൈറ്റാനിയം, ഗ്രാഫൈറ്റ് ബ്ലാക്ക്, സോണിക് കോപ്പർ, സൗ എന്നിങ്ങനെ 5 എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിലാണ് ഈ EV വാഗ്ദാനം ചെയ്യുന്നത്. ഹേസൽ, വൈറ്റ് എന്നീ 2 ഇന്റീരിയർ തീം ഓപ്ഷനുകളുമുണ്ട്. എക്സ് ഷോറൂം വില 89.99 ലക്ഷം രൂപയാണ്. ആദ്യഘട്ടത്തിൽ ഇലക്ട്രിക് പതിപ്പ് മാത്രമാണെങ്കിലും വൈകാതെ പെട്രോൾ ഹൈബ്രിഡ് പതിപ്പായ ES350h വിപണിയിലെത്തും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഫേസ്ബുക്കിലേക്ക് കൂടുതൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ആകർഷിക്കാൻ പുതിയ പദ്ധതിയുമായി മെറ്റ. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് എന്നിവയിൽ സജീവമായവർക്ക് ഫേസ്ബുക്കിൽ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതിനായി പ്രതിമാസം 2.7 ലക്ഷം വരെ നൽകുമെന്നാണ് മാർക്ക് സക്കർബർഗിന്റെ പ്രഖ്യാപനം. കണ്ടന്റ് ക്രിയേറ്റർമാർ ഫേസ്ബുക്കിനേക്കാൾ മറ്റ് പ്ലാറ്റ്ഫോമുകൾക്ക് മുൻഗണന നൽകുന്ന സാഹചര്യത്തിലാണ് മെറ്റയുടെ പുതിയ നീക്കം. ക്രിയേറ്റർ ഫാസ്റ്റ് ട്രാക്ക് എന്ന പേരിലാണ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. കമ്പനിയുടെ വിവരങ്ങൾ പ്രകാരം ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ കുറഞ്ഞത് 20,000 ഫോളോവേഴ്സുള്ള കോണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഈ പദ്ധതിയിൽ ചേരാം. $100 മുതൽ വരുമാനം ലഭിക്കും. കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവർക്ക് കൂടുതൽ വരുമാനവും ലഭിക്കും. 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളവർക്ക് പ്രതിമാസം $1,000 ഏകദേശം 92,000 രൂപ വരെ ലഭിക്കും. 10 ലക്ഷം ഫോളോവേഴ്സിന് മുകളിലുള്ളവർക്ക് $3,000 വരെ നേടാം. അതായത് ഏകദേശം 2.78 ലക്ഷം രൂപ. ഇതിനായി ക്രിയേറ്റർമാർ സ്ഥിരമായി കോണ്ടന്റ് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. 30 ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് 15 ഒറിജിനൽ റീലുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം. ഇവ കുറഞ്ഞത് 10 വ്യത്യസ്ത ദിവസങ്ങളായി പ്രസിദ്ധീകരിക്കണമെന്നാണ് നിബന്ധന. ഈ സാമ്പത്തിക പ്രോത്സാഹനം 3 മാസത്തേക്ക് മാത്രമാണ് ലഭിക്കുക. തുടർന്നും ഇത്തരം പദ്ധതികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പല കോണ്ടന്റ് ക്രിയേറ്റർമാരും ഫേസ്ബുക്കിനെ പ്രധാന പ്ലാറ്റ്ഫോമായി കാണുന്നില്ലെന്ന് നേരത്തെ മാർക്ക് സക്കർബർഗ് പറഞ്ഞിരുന്നു. 2025 ക്രിയേറ്റർമാർക്ക് മെറ്റ ഏകദേശം $3 ബില്യൺ നൽകിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 60% റീലുകൾക്കായാണ്. കൂടാതെ ക്വാളിഫൈഡ് വ്യൂസ് എന്ന പുതിയ മെട്രിക്കും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി യഥാർത്ഥത്തിൽ വരുമാനത്തിന് യോഗ്യമായ വ്യൂസ് തിരിച്ചറിയാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.